നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു വാർത്തയാണ് രമേശ് പിഷാരടി എന്ന സിനിമാ താരത്തെ, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന TV അവതാരകൻ അല്ലെങ്കിൽ മിമിക്രി താരം എന്നുള്ള നിലയിലുള്ള രമേശ് പിഷാരടിനെ തൃപ്പൂണിത്തറയിലെ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസ് പരിഗണിച്ചേക്കും എന്നുള്ളൊരു വാർത്ത. ശരിക്കും അവിടെ വേറെ 2 കോൺഗ്രസ് നേതാക്കന്മാരെയും കൂടെ പരിഗണിച്ചിട്ടുണ്ട്. ലിജു, അതേപോലെ തന്നെ രാജു പി നായർ എന്ന ഇവർ രണ്ടുപേരെയും നമുക്കറിയാം. ഈ പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ആൾക്കാരാണ് ഇവരൊക്കെ. ഇതിൽ പേഴ്സണലായിട്ടുള്ള ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, രമേശ് പിഷാരടി എൻ്റെ നാട്ടുകാരനാണ്. അപ്പോൾ എൻ്റെ നാട്ടുകാരനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രമേശ് പിഷാരടി പിറവംകാരനാണോ? പിറവംകാരനല്ല. പക്ഷേ എൻ്റെ ഒരു ചെറുപ്പകാലഘട്ടത്തിൽ, ഒരു ഹൈസ്കൂൾ കാലഘട്ടം, 2005, 2006 ആ ഒരു കാലഘട്ടം, അന്ന് ഈ ക്രിക്കറ്റ് ടൂർണമെൻറ്റ്, കണ്ടം ക്രിക്കറ്റ് ടൂർണമെൻറ്റ് അല്ലെങ്കിൽ റബ്ബർ തോട്ടം അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അന്നൊക്കെ ഈ സച്ചിനും ഗാംഗുലിയൊക്കെ ക്രിക്കറ്റ് ദൈവങ്ങളായി നിൽക്കുന്ന ആ ഒരു ടൈമിൽ, അന്ന് എവിടെ നോക്കിയാലും ക്രിക്കറ്റാണ്. ഈ ഒരു സിനിമേനേക്കാളും ഏറ്റവും പ്രാധാന്യമുള്ളത് ക്രിക്കറ്റിനായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു ടൈമിൽ കാരിക്കോട്, ആ ഒരു വെള്ളൂർ ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ ടൂർണമെൻറ്റ് കളിക്കാൻ പോകും. അങ്ങനെ മുളക്കുളം അമ്പലപ്പടിയിൽ നിന്നും ഏകദേശം ഒരു 4 കിലോമീറ്റർ അപ്പുറമായിട്ടുള്ള കാരിക്കോട് എന്ന സ്ഥലത്ത് ഒരു ടൂർണമെൻറ്റ് നടക്കുക. അവിടെ ഒരു കണ്ടത്തിലാണ് ടൂർണമെൻറ്റ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങളൊരു ചെറിയൊരു ടീം പോവുകയാണ്. ഞങ്ങളുടെ ഒരു ദീപു, ഷിജു, സന്ദീപ്, ഉണ്ണി, ഭഗവത്, ധനേഷ്, അങ്ങനെ ഞാൻ, എൻ്റെ ചേട്ടൻ, അങ്ങനെ അടങ്ങുന്ന കുറച്ച് പേരൊക്കെ വിട്ടുപോയിട്ടുണ്ട്. അതിൽ മുതിർന്നൊരു ചേട്ടനുണ്ട്, സാജു എന്ന് പറഞ്ഞപ്പോൾ. ആ ചേട്ടൻ, അവരൊക്കെ ഒരു പോലീസിലും അങ്ങനെയുള്ള ഇതിലൊക്കെയാണ്. അപ്പോൾ അന്നത്തെ ഒരു ടൈമിൽ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ടൂർണമെൻറ്റിന് പോവുക. അപ്പോൾ ടൂർണമെൻറ്റൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു ഫീൽഡ് ചെയ്യുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് 5-6 പേര് ഈ നമ്മുടെ ക്രിക്കറ്റൊക്കെ കാണാൻ വന്നിരിപ്പുണ്ട്. അപ്പോൾ അതിൽ ഒരു മെലിഞ്ഞ് നല്ല വെളുത്തിട്ട് ഒരു പയ്യൻ. അപ്പോൾ ആ പയ്യനോട് തൊട്ടടുത്തുള്ള ആളുകളൊക്കെ ചോദിക്കുന്നുണ്ട്, ഇന്നലെ എവിടെയായിരുന്നു ആ പ്രോഗ്രാം, ഏത് അമ്പലത്തിലായിരുന്നു, മാട്ട പ്രോഗ്രാമാണോ, നല്ല പ്രോഗ്രാമാണോ എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വളരെ സരസമായിട്ട് നല്ല ഉത്തരം അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ സാക്ഷാൽ രമേശ് പിഷാരടി ആയിരുന്നു അത്. അന്നത്തെ ഒരു സമയത്തെ ഈ പറയുന്ന രമേശ് പിഷാരടി ഇങ്ങനെ, ഇപ്പോൾ നമ്മൾ കാണുന്ന രമേശ് പിഷാരടിയുടെ ആ ഒരു ലെവലിലോട്ടൊക്കെ വരുമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കില്ല ആ ഒരു കാലഘട്ടത്തിൽ. പക്ഷേ അദ്ദേഹത്തിന് അന്ന് നമ്മൾ കണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത അദ്ദേഹത്തിൽ തോന്നിയിരുന്നു. കാരണം അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയൊരു സെലിബ്രിറ്റിയാണ്. കാരണം അദ്ദേഹം പ്രോഗ്രാമുകളൊക്കെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിലൊക്കെ പ്രോഗ്രാം ചെയ്യുന്ന ആളായതുകൊണ്ട് ചെറിയൊരു സെലിബ്രിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് അദ്ദേഹത്തിനെ നോട്ട് ചെയ്യില്ല. ആ ഒരു ഓർമ്മ അദ്ദേഹത്തിനെ കുറിച്ചുണ്ട്. അതുമാത്രമല്ല, ഈ രമേശ് പിഷാരടി ഒരു സ്ഥാനാർത്ഥിയാവാൻ തക്ക ആയിട്ടുള്ള ഒരു മെച്യൂരിറ്റി ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യങ്ങൾ നമ്മളൊക്കെ അറിയാം. നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള കൾച്ചർ, ഡിഫറൻ്റ് ആയിട്ടുള്ള ജാതി വ്യവസ്ഥ, ഡിഫറൻ്റ് ആയിട്ടുള്ള റിലീജിയൻ. അപ്പോൾ അതിന് തക്കവണ്ണമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി വേണം. ഒരു നിയമസഭാ ഇലക്ഷനൊക്കെ കയറി നിൽക്കണമെങ്കിൽ എല്ലാവരെയും ഉൾക്കൊള്ളാനും എല്ലാവരെയും മനസ്സിലാക്കാനും പഠിച്ച് ആ ഒരു രീതിയിലൊക്കെ പോകുന്ന ഒരു സ്ഥാനാർത്ഥി വേണം. അതിന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി രമേശ് പിഷാരടി ആണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, അദ്ദേഹത്തിനൊരു സ്റ്റെപ്പ് മുകളിലോട്ട് പോവുക എന്നുള്ളതല്ലാതെ താഴോട്ട് ഇറങ്ങേണ്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം ഈ കേരളം, നമ്മുടെ മലയാളികൾ കേട്ടിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു സംസാര രീതി, ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റികളിൽ ഇൻ്റർവ്യൂ നല്ല പക്വതയോടെ സംസാരിക്കുന്ന ഒരു സെലിബ്രിറ്റി ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും രമേശ് പിഷാരടിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവും, ഈ പറയുന്ന അദ്ദേഹത്തിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വളരെ രസകരമായിട്ട് മറ്റുള്ളവർ വിമർശിക്കും. ആ ഒരു വിമർശിക്കുമ്പോൾ നമുക്കറിയാം അത് ആരെയാണ് വിമർശിക്കണതെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്ക് അദ്ദേഹത്തിനോടൊരു എന്താ പറയുക, ഒരു ദേഷ്യം തോന്നില്ല. അതേപോലെ അദ്ദേഹം വളരെ സരസമായിട്ട് ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യും. അപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഏറ്റവും താഴെ തട്ടിലുള്ള ആളുകൾ മുതലും ഏറ്റവും മേൽഘടകത്തിലുള്ള ആളുകൾ മുതൽ നമ്മുടെ ഈ പൊളിറ്റിക്കലി എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി അതിന് തീരുമാനങ്ങൾ പറയുന്ന ഒരു വ്യക്തിയും കൂടിയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ നിയമസഭാ ഇലക്ഷന് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി തൃപ്പൂണിത്തറയിൽ രമേശ് പിഷാരടിയാണെന്ന് ഞാൻ പറയും. അതുമാത്രമല്ല, രമേശ് പിഷാരടി, ഇപ്പോൾ കാണുന്ന രമേശ് പിഷാരടി എന്ന സെലിബ്രിറ്റീനെ ആ ഒരു ലെവലിലൊക്കെ എത്തിക്കുന്നത് ഒരു നാടിൻ്റെ സംസ്കാരം കൂടെയാണല്ലോ. എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതലായിട്ട്, ഞാനിപ്പോൾ മുളക്കുളം അമ്പലപ്പടിയിലൊക്കെ ജീവിച്ചുകൊണ്ടാവാം, മുളക്കുളം അമ്പലപ്പടി സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ അക്ഷരനഗരിയായിട്ടുള്ള കോട്ടയം ജില്ലയുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ മുളക്കുളം അമ്പലപ്പടിയാണ്. അപ്പോൾ അവിടെ മുതൽ അങ്ങോട്ട് സാംസ്കാരിക കേന്ദ്രങ്ങൾ, വായനശാലകൾ, ഒരു നാട്ടുകൂട്ടം എന്ന് പറയുമ്പോൾ പല പ്രോഗ്രാംസ്, ഈ കൊള്ളിപ്പന്ത് കളി, അതിൻ്റെ ടൂർണമെൻറ്റുകൾ, പിന്നെ ഈ പെൺകുട്ടികൾക്കുള്ള പല പ്രോഗ്രാംസ്, പിന്നെ അമ്പലങ്ങളിലുള്ള കൂടിയാട്ടങ്ങളും കഥകളി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ, ആറാട്ടുകൾ. അപ്പം അങ്ങനെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആളുകൾക്ക് ഒരു എൻഗേജിങ് കൊടുക്കുന്ന രീതിയിലായിട്ടുള്ള കുറേ പ്രോഗ്രാംസ് നടക്കുന്ന ഏരിയകളാണ് അങ്ങോട്ടൊക്കെ ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ ജീവിച്ചതിൻ്റെയും കൂടെ ഒരു ഭാഗമാകാം ഇന്നത്തെ പിഷാരടി.
അപ്പോൾ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഞാൻ ജീവിച്ചിരുന്ന മുളക്കുളം അമ്പലപ്പടിയിലുള്ള ഒരു ജയഭാരത് വായനശാല എന്ന് പറഞ്ഞൊരു വായനശാല ഉണ്ട്. അപ്പോൾ അന്നത്തെ ലൈബ്രറിയനായിട്ടുള്ള ഒരു പപ്പുണ്ണി നായർ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ടായിരുന്നു. നല്ല പ്രായം ചെന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ അദ്ദേഹം ₹1 അന്നത്തെ ഒരു ലൈബ്രറി മെമ്പർഷിപ്പിനുള്ളത്. അപ്പോൾ ആ ₹1 നമ്മൾ മെമ്പർഷിപ്പ് എടുത്ത് അവിടെ ബുക്കൊക്കെ നമ്മളൊരു 5-8 ബുക്കൊക്കെ വായിച്ചതിന് ശേഷം അദ്ദേഹം നമ്മളെ വായിച്ച് ചെയ്യുക. എന്നിട്ട് അദ്ദേഹം നമുക്ക് അഭിരുചിയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ ഏത് രീതിയിലുള്ള പുസ്തകങ്ങളാണ് എന്നൊക്കെ അദ്ദേഹം നോക്കിയിട്ട് അദ്ദേഹം സെലക്ട് ചെയ്യും. കുറേ പുസ്തകങ്ങൾ സെലക്ട് ചെയ്തിട്ട് അദ്ദേഹം ഇങ്ങനെ മാറ്റി വയ്ക്കും നമുക്ക് വേണ്ടി. നിങ്ങൾ ഈ ഒരു പുസ്തകം വായിച്ച് നോക്ക്. വായനയെക്കുറിച്ചും ഓരോ പുസ്തകം എഴുത്തുകാരെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന പപ്പുണ്ണി നായർ എന്ന് പറഞ്ഞ ആ ഒരു ചേട്ടനും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്കാരം കൂടുതൽ വളർത്തിയെടുക്കാൻ വേണ്ടി വരുന്ന കുറേ ആളുകൾ, നന്മ നിറഞ്ഞ കുറേ ആളുകൾ ഒക്കെ വസിക്കുന്ന ഒരു ഏരിയകളാണ് ഈ പറയുന്ന മുളക്കുളം അമ്പലപ്പടി മുതൽ അങ്ങോട്ട് ആ ഒരു കോട്ടയം ജില്ലയിലുള്ള മിക്ക ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കൾച്ചറുകൾ ഈ പറയുന്ന രമേശ് പിഷാരടി ഇപ്പോൾ നമ്മൾ കാണുന്ന രമേശ് പിഷാരടിനെ വളർത്തിയെടുക്കാൻ കൂടുതൽ ഗുണം ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. രമേശ് പിഷാരടിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കറിയാം ഏറ്റവും മനോഹരമായിട്ടുള്ള അദ്ദേഹത്തിന് തോന്നിയ സ്ഥലം അദ്ദേഹം ജീവിച്ചിരുന്ന വെള്ളൂർ, പെരുവ, മുളക്കുളം, ഇങ്ങനെ ഈ ഒരു കാരിക്കോട് ആ ഒരു സ്ഥലങ്ങളാണ്. അദ്ദേഹം ഏറ്റവും ആദ്യം ഒരു സിനിമ എടുത്തപ്പോൾ തന്നെ ജയറാം കുഞ്ചാക്കോവിനെയൊക്കെ വെച്ചൊരു സിനിമ എടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമയിൽ കൂടെ കാണിച്ചതൊക്കെ നമ്മുടെ തൊട്ടടുത്തുള്ള ഈ നാടുകളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ആ രീതിയിൽ നമ്മുടെ നാടിനെയും നാട്ടുകാരെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള നല്ലൊരു പഠനവും അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിമർശനങ്ങളും അങ്ങനെയുള്ള ഒരു സാമൂഹിക ബോധമായിട്ടുള്ള രീതിയിലുള്ള ഒരു അച്ചടക്കമാർന്ന നല്ലൊരു പൊളിറ്റീഷ്യൻ ആവാൻ വേണ്ട എല്ലാ ക്വാളിറ്റിയും രമേശ് പിഷാരടിയിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ അദ്ദേഹത്തിനെ ഈ ഒരു തൃപ്പൂണിത്തറയിൽ സ്ഥാനാർത്ഥി അദ്ദേഹം ആകാൻ ഞാൻ ആഗ്രഹിക്കാൻ ഒരു കാരണം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.